ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഐഷസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിങ് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു മൈക്രോവേവ് ഓവൻ മേടിച്ചു. ഇപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് കുറച്ച് ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു എന്നാൽ പെട്ടെന്ന് പോയി ഒരു മൈക്രോവേവ് മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. സാംസങ്ങിൻ്റെ സ്മാർട്ട് ഓവനാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്യാം. ഇതൊരു 16,000 രൂപ വിലയുള്ളതാണ്. പക്ഷേ നമുക്കത് ഈ ടൈമിൽ കുറച്ച് ഓഫറുകളൊക്കെ ആയിട്ട് കുറച്ച് കിട്ടും കേട്ടോ നമുക്ക്. അതിപ്പോൾ ഓരോ ഷോപ്പിനനുസരിച്ച് കുറച്ച് വ്യത്യാസമൊക്കെ വരും. അപ്പോൾ ഞാനിതിപ്പോൾ പിട്ടാപ്പള്ളി, മൂവാറ്റുപുഴയിലുള്ള പിട്ടാപ്പള്ളിയിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയുണ്ട് ഇതിൻ്റെ മോഡല്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ. 28 ലിറ്ററിൻ്റെയാണ്. 28 ലിറ്ററിൻ്റെ ആണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു റൊട്ടേറ്റ് ചെയ്യണ ഗ്ലാസിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ആദ്യം ഇങ്ങനെ എടുത്ത് മാറ്റാം. ഒന്ന് സൂക്ഷിച്ചെടുക്കണം. അപ്പോൾ ഇതാദ്യം തന്നെ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് 28 ലിറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് റോട്ടിസറി വരുന്നില്ല കേട്ടോ. റോട്ടിസറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലിറ്റർ കൂടിയത് നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ റോട്ടിസറി എപ്പോഴും നല്ലത് OTG ഓവനിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഇത് ഇവിടെ ആയിട്ടായിട്ട് ഇത് വച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഇത് കറക്റ്റായിട്ടൊന്ന് ഫിക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് തുറക്കാം. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് പുറത്തേക്ക് ആക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഗ്രില്ല് ചെയ്യാനുള്ള ഒരു 2 ട്രേയും അതുപോലെ എണ്ണയില്ലാതെ തന്നെ ഫ്രൈ ചെയ്യാനുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ട്രേയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്നൊക്കെ നോക്കട്ടെ. പിന്നെ ഇതിൻ്റെ റെസിപ്പീസൊക്കെ നമുക്ക് അതായത് സാംസങ് റെസിപ്പീസ് മൈ നോട്ട്ബുക്ക് എന്നും അല്ല സാംസങ് മൈ റെസിപ്പീസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം റെസിപ്പീസ് കാര്യങ്ങളൊക്കെ കിട്ടും. അതിനകത്ത് കുറേ റെസിപ്പീസ് കാര്യങ്ങളൊക്കെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തൊക്കെ ചെയ്യണമെന്നും ഒക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെ നോക്കാം. എന്താണ് ഒരു റിങ് കറങ്ങാൻ വേണ്ടിയുള്ളത്? ഇനി ഇത് എന്തൊക്കെ എങ്ങനെയൊക്കെ ഫിക്സ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമുക്ക് യൂട്യൂബിലൊക്കെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആൾ നമുക്ക് വീട്ടിൽ വന്ന് ഇതൊക്കെ പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ആൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഓൾറെഡി നമ്മൾ മൈക്രോവേവ് ഉപയോഗിച്ച് പരിചയമുള്ളതുകൊണ്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ, വരുമോയെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റണേ എന്നുള്ളതും. അതുപോലെ ഈ റെസിപ്പീസൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ആപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, സാംസങ് മൈ റെസിപ്പീസ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ. അപ്പോൾ അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പീസിൻ്റെ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ, എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അതിൻ്റെ പ്രിപ്പറേഷൻ ടൈം കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. ആരുടെയും ഒരു ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ നമുക്കിതൊക്കെ നമുക്ക് തന്നെ ഇത് കൈകാര്യം ചെയ്യാവുന്നുള്ളൂ. അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയാവുന്നവർക്ക് ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതായത് തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇട്ടാം. ഇനി നമുക്കിതൊന്ന് നോക്കാം. അതിൻ്റെ ഒരു വയറ് കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ മൈക്രോവേവിൻ്റെയൊക്കെ ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പല്ലിയും പാറ്റയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് വർക്ക് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് ആവത്തൊന്നുമില്ല കേട്ടോ. ഈ മൈക്രോവേവിൽ നമുക്ക് ബേക്കിംഗ് പറ്റും, അതുപോലെ ഗ്രില്ല് പറ്റും, അതുപോലെ എണ്ണയില്ലാണ്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തൊക്കെ എടുക്കൂലേ, അതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. വേണ്ട, അതൊക്കെ ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു റൊട്ടേറ്റിംഗ് ഇതൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകം ഒന്ന് നോക്കട്ടെ. നമുക്ക് ഇതിൻ്റെ മേളിൽ കണ്ട ഒരു കോയിലുണ്ട്. പിന്നെ അപ്പുറത്തായിട്ട് ഇതാണ് കൺവെക്ഷൻ്റെ ഇത് വന്നത്, ഇതാണ് മൈക്രോവേവിൻ്റെ ഇത് തന്നെ കേട്ടോ. ഇത് കണ്ടില്ലേ, മൈക്രോവേവിൻ്റെ വന്നത് അങ്ങനെ. അപ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം. ട്രൈ വെച്ച് കൊടുക്കാം. കറക്റ്റ് സെൻറ്റർ. അയ്യോ, അത് തന്നെ കറക്റ്റാ. ഓക്കെ, അത് നമ്മൾ മാനുവലായിട്ട് തിരിക്കുന്നതൊക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും കേട്ടോ. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തിരിയുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വെള്ളം ഒന്ന് ചൂടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കറൊന്നും പറിച്ച് കളഞ്ഞില്ലായിരുന്നു കേട്ടോ, അപ്പോൾ ഒന്ന് പറിച്ച് കളയാം. ഇതിന് 1 മണിക്കൂർ വർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. ഈ 1 യൂണിറ്റ് കറണ്ട് എന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് സാധാരണ രീതിയിൽ സാധാരണ ഇപ്പോൾ ഒരു ചൂടാക്കലോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്രില്ലിങ്, ചെറിയൊരു വല്ലപ്പോഴും ഒരു കേക്ക് ഉണ്ടാക്കണോ അങ്ങനെയൊക്കെ ചെയ്യണവർക്കാണെങ്കിൽ നമുക്കറിയാലോ എത്ര വളരെ കുറവ് കറണ്ട് ബില്ലാണ് കേട്ടോ വരത്തുള്ളൂ. ഇതിൻ്റെ
ഈ ഒരു ഇതുണ്ടോ, ഇതൊരു എന്താ ഞാൻ പറയണേ, മാർബിളോ അല്ല സെറാമിക്കോ, ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് പോലത്തെ ഈ ഒരു കോട്ടിങ് ഇത് ഇവർ പറയുന്നുണ്ട് ഈ സാംസങ്ങിന് മാത്രമാണ് ഇങ്ങനെ വരുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഇതാന്ന് പറയുന്നുണ്ട്. മറ്റേ സാധാരണ ഒന്നൊരു സ്റ്റീലായിരിക്കും, ഇതുപോലത്തെ കൺവെൻഷൻ ഓവൻ്റെയൊക്കെ സാധനം സ്റ്റീലായിട്ടാണ് കാണാറുള്ളത്. പിന്നെ അതായത് ഇവിടെ ടൈം കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ ടൈം തന്നെയാണ് കേട്ടോ, അല്ലാണ്ട് ഇതിനകത്ത് സെറ്റ് ചെയ്യുമ്പോഴുള്ള ടൈം അല്ല ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നത്, നമ്മുടെ നോർമൽ സമയം തന്നെയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി നോക്കാം. വെള്ളം നിർത്തി വയ്ക്കാം. ഇനി അടച്ചി സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യും. 30 സെക്കൻഡ് ഇങ്ങനെ ആയിരിക്കും. 30 സെക്കൻഡിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടാ ചൂടായിരിക്കണ കാണാൻ പറ്റണ്ടോ? കാണണ്ട്. നല്ല ചൂടാണ് കേട്ടോ. കണ്ടാ ആവി ഉറക്കണ കണ്ടാ. ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് നമുക്ക് നല്ല ചൂടായിട്ടൊക്കെ കിട്ടും. അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ സോളോ, അതുപോലെ സോളോ ഇപ്പം മേടിക്കുന്നവരും ഉണ്ട്. പക്ഷേ ഇപ്പം മേടിക്കുമ്പോൾ ഇതായിരിക്കും നല്ലത് കേട്ടോ. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും, അത്യാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ല ആ റെസിപ്പി എന്നുള്ള ആ ഒരു ഇതെടുത്ത് നോക്കാം. പിന്നെ അത് കൂടാണ്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് പല ടൈപ്പിലുള്ള വീഡിയോസ് ഇതിനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. മേടിക്കാൻ പോകുന്നതിന് മുമ്പിട്ട് ഏതാണ് ഏറ്റവും നല്ലതെന്നുള്ളതൊക്കെ നോക്കാം. ഈ ഒരു അടപ്പ് പെരുംജീരകം, പിന്നെ അതിൻ്റെ പകുതി എന്താണ്, പകുതി ഏലക്ക, പകുതി തന്നെ ഗ്രാമ്പു, പിന്നെ പകുതി പട്ട. അതായത് ഇത് മാത്രം ഫുൾ എടുക്കുക, ബാക്കിയുള്ള എല്ലാം പകുതി. ഈ 4 ഐറ്റമാണ് നമ്മൾ മെയിനായിട്ടും ഗരം മസാല ഉണ്ടാക്കാൻ ഉപയോഗിക്കണുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടുതലൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാത്തുള്ളൂ. ഞാൻ ഇതായിട്ട് ഉപയോഗിക്കാറുള്ളൂ. പിന്നെ നമുക്ക് തോക്കാം ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം ഇതുപോലെ ഈ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ളത് വേണം. ലാവപ്പാല, പോറോസിൽ അങ്ങനെയുള്ളതൊക്കെ നല്ല ബ്രാൻഡിൻ്റെ കേട്ടോ, നല്ല ഇതാണ് ഉപയോഗിക്കാൻ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു 30 സെക്കൻഡ് ഉണ്ടോ, 30 സെക്കൻഡ് നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടോ. അതുപോലെ ഇതിന് ഉപയോഗിക്കുന്ന പ്ലഗ് എപ്പോഴും പവർ പ്ലഗ് ആയിരിക്കണം കേട്ടോ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. എൻഡ് വന്നു കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. വേണ്ട നല്ലിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ കയ്യ് പാത്രത്തിന് ചൂടില്ല, നമുക്ക് എടുക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ നല്ലൊരു മണമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പുക കാണിക്കാമെന്ന് ഓർത്തിട്ട് പുക കാണുമില്ല. അപ്പോൾ അത് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് പൊടിച്ചെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ സമയം വളരെ കുറയ്ക്കാൻ പറ്റും നമുക്ക്. മെയിനായിട്ട് അതാണ് പറയേണ്ടത്. പിന്നെ അതിൽ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തെടുക്കില്ല. നമ്മുടെ ഇപ്പോൾ എന്താണ് ബേക്കിംഗ് ഒക്കെ ചെയ്യണവർക്കാണെങ്കിൽ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ മൈക്രോവേവിലുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അല്ല നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നതും ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ പിന്നീട് നമ്മൾ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഓരോന്ന് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളതും ഒക്കെ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.